രേണുസുതിയാണേ. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എൻ്റെ കുറ്റം പറയാൻ എന്തൊരു തേങ്ങാക്കൊല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിന്ന് നിർത്തിയെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ എന്താ നിമിഷപ്രിയയുടെ കേസ് ചെയ്തത്. നിമിഷപ്രിയയുടെ ചെയ്യണം, ധർമ്മസ്ഥല ചെയ്യണം, അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് അങ്ങോട്ട് വിട്ടു പോകാന്നുള്ള കണ്ടീഷൻ. എന്നിട്ട് ബിഗ് ബോസിൻ്റെ സമയത്ത് രണ്ടാമത് വീണ്ടും നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം നോക്കിയ സമയത്താണ് 2 വീഡിയോ കണ്ടത്, 2 അല്ല 3 എണ്ണം. ഒന്ന് ഇവളുടെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്, സ്റ്റോറിയിൽ ശാരികേൻ്റെ ഒരു ഡയലോഗ്, മറ്റേ ബിഗ് ബോസിക്ക് സെലക്ട് ആയിട്ടുള്ള ആങ്കർ ഉണ്ടല്ലോ, ശാരികേൻ്റെ ഒരു ഡയലോഗ്, പിന്നെ ഇവളുടെ ഈ ഒരു സ്റ്റോറി, പിന്നെ പോരാത്തതിന് രേണുവിൻ്റെ തന്നെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂ അല്ല, സോറി, രേണുവിൻ്റെ ചാനലിൽ അവരിങ്ങനെ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. എന്ത് തന്നെ ഇനി രേഷ്മ തങ്കച്ചൻ എലിയാസ് രേണുസുതി ഇനി എന്ത് തന്നെ പറഞ്ഞാലും മലയാളികൾക്കിടയിൽ നന്ദിയില്ലാത്തവൾ അല്ലെങ്കിൽ നന്ദിയില്ലാത്ത കുടുംബം എന്ന് തന്നെ മലയാളികൾ എല്ലാവരും ഇതിന് പറയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനി എന്ത് കൊമ്പത്തായാലും രേണുസുതി ഇനി എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ബിഗ് ബോസ് ആണല്ലോ അപ്പോൾ ഏറ്റവും വലുതെന്ന് വിചാരിച്ച് നടക്കുന്നത്, ഇനി ബിഗ് ബോസിൽ കയറി അതിൻ്റെ വിന്നറായിട്ട് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്ത് കയറിയിരുന്നാലും ഒരു 10 പൈസയുടെ നന്ദിയില്ലാത്ത വ്യക്തി, 10 പൈസയുടെ നന്ദിയില്ലാത്ത കുടുംബം എന്നുള്ളത് അവരെ എല്ലാത്തിനെയും പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇന്നിപ്പോൾ ഇതിൻ്റെ ചാനൽ, രേണുസുതിയുടെ ചാനലിൽ തന്തപ്പൊടി വീണ്ടും മറ്റേ സ്വഭാവം കൊടുത്തോട്ടു. ഏതറിയോ, മറ്റേ നാഗവല്ലൻ പരിപാടി. അയാൾ ഇന്നലെ മിഞ്ഞാന്ന് ഓർമ്മയില്ലേ ചാനലിൽ വന്ന് നിന്നിട്ട് കുട്ടീനെ ആയിരുന്നു, കൊച്ചിനെ ആര് എന്നൊക്കെ പറഞ്ഞ് ചാടിക്കളിച്ച് ഓർമ്മയില്ലേ. അത് കഴിഞ്ഞ ശേഷം ഇന്നലെ മറുനാടൻ്റെ മുന്നിൽ കണ്ടിട്ട് ഇങ്ങനെ പാവം പിടിച്ച വാരി ഇങ്ങനെ നിൽക്കുന്നു. മറുനാടൻ്റെ പിയൂഷിൻ്റെ ഇൻ്റർവ്യൂവിൽ പച്ചപ്പാവായിട്ട് ഞാൻ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എനിക്ക് പണിയെടുക്കാൻ വയ്യ, ആൻജിയോ, ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടോ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തില്ല, ആൻജിയോപ്ലാസ്റ്റിയാണ്. അത് ഇവളുടെ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു, താങ്ക് യു. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് എത്രയോ ആൾക്കാർ പോട്ടെ, എന്തോ ആയിക്കോട്ടെ, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തോ നമ്മൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തില്ല. എന്തായാലും ഞാൻ എങ്ങനെ ഇരുന്ന മനുഷ്യൻ ഇന്ന് വീണ്ടും ഇങ്ങനെ നിന്നിട്ടുണ്ട്. കണ്ടോ, എനിക്കൊന്ന് ഷർട്ട് ഊരിട്ടാലാണോ അത് പാവാവുന്ന സംശയമുണ്ട്. ഷർട്ട് ഇട്ടാൽ മറ്റേ വിശന്നാൽ നീ വേറെ ആരോ പോലെ ആവുമെന്ന് പറഞ്ഞാൽ ഷർട്ട് ഇട്ടാൽ നിന്നപ്പോൾ പച്ചപ്പാവായിട്ട് അമ്മ തായേ എന്ന് പറഞ്ഞ ചങ്ങായിനെ കണ്ട് ഫിറോസിനെ സാറേ എന്നല്ലാതെ ഞാൻ വിളിച്ചിട്ടില്ല. ഷർട്ട് ഇട്ട അയാൾ സാറേ എന്നുള്ള എൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റിയിട്ടാണ് വിളിക്കുന്നത്. ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ അതും പ്ലേ ചെയ്യാം. ഈ 2-3 കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റിയാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യത്തിനോട് എത്ര പേര് നിങ്ങൾ യോജിക്കുന്നുണ്ട്? നന്ദി എന്ന് പറഞ്ഞാൽ 2 വാക്കേ ഉള്ളൂ, 2 വാക്ക്. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നായക്കാണെങ്കിലും അതിന് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വിശന്ന് വരഞ്ഞിരിക്കുന്ന ഒരു മൃഗമായിട്ടുള്ള വിശന്ന് വരഞ്ഞിരിക്കുന്ന നായക്ക് പോലും ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൊടുത്ത ആളെ കണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അത് വാലാട്ടും. എന്താ പറയുക, നന്ദി സൂചകമാണ്. ഇത്രയും നന്ദിയില്ലാത്തൊരു വർഗത്തിനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് പറയണത്. പേഴ്സണലി ഇവറ്റങ്ങളോടൊന്നും ഒരു ഇതുമില്ല, ഇവരൊന്നും ഒന്നുമല്ല, ജസ്റ്റ് കോണ്ടൻറ്റാണ്. ഞാൻ പല പ്രാവശ്യം ഇതിനു മുന്നേ പറഞ്ഞു. രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂട്യൂബർക്കും കോണ്ടൻറ്റ് മാത്രമാണ്, വിഷയം മാത്രമാണ്. പിന്നെ ഇപ്പോൾ വ്യൂസ് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് വ്യൂസ് കിട്ടുന്നതെന്നറിയോ? 10 പൈസയ്ക്ക് നിങ്ങൾ ആർക്കും കണ്ടുകൂടാ, ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെ കണ്ടുകൂടാ. വിരലിൽ എണ്ണാവുന്ന വളരെ വിരളമായിട്ടുള്ള ഏതോ കുറച്ച് ആൾക്കാർ ഇവിടുന്ന്. പ്ലസ് ഇപ്പോൾ ഇനി നിങ്ങൾ കാണും രേണുസുതിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ രേണുസുതി കൺഫേം ആയിട്ടുണ്ട്, ആ വിവരം നമുക്ക് കിട്ടി. അപ്പോൾ ബിഗ് ബോസിൽ ഇനി കൺഫേം ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി PR വരവാണ്. PR കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. അത് ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ചെയ്യുന്നവർക്കും നമുക്ക് ഈ സംസാരിക്കുന്നവർക്കും. അവൻ്റെ എഴുതുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. എന്നെ കുറച്ച് ആൾക്കാർ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ മെസ്സേജസും കാര്യങ്ങളൊക്കെ രേണുക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഒരു പോസിറ്റീവില്ല ചങ്ങായിമാരെ, പോസിറ്റീവ് അല്ലാതെ അത് PR ആണ്. PR കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. PR ഏജൻസീസ് ഫേക്ക് ഐഡിയിലും ഇതുപോലെ സ്ഥിരമായിട്ട് നിങ്ങൾ ബിഗ് ബോസിൻ്റെ സമയത്ത് കാണുന്ന സംഭവം മാത്രമാണ്. ഈ മറ്റാളും കൂടിയിട്ടുണ്ട്, ഒരാളും കൂടി ഉണ്ട്, മറ്റേ ശാരിക ആങ്കർ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാനലുകൾ മുഴുവൻ കയറി നടന്നിട്ട് രേണുസുതി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് പക്ക അധിക്ഷേപിച്ച് വീഡിയോ ചെയ്തിരുന്ന അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് 2 ആളും കൂടി കുടുംബസംഗമം നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നുള്ള കണ്ടീഷനിൽ ആയപ്പോൾ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ആ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. ഉള്ള സ്റ്റോറിയാണ് കേട്ടോ. രേണുസുതി എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി അല്ല, എന്നാണാവോ ഇത് പാവപ്പെട്ടതായത്?
മറ്റേ ആ ചാനലിലിരുന്ന് പറയുന്ന സമയത്ത് ഇത് പാവായിരുന്നില്ലല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ രേണുവിനെ വിറ്റിട്ട് കണ്ടന്റ് ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനൊക്കെ അന്ന് സപ്പോർട്ടാണ് ചെയ്തിരുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. ഞാനൊക്കെ അന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഈ അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രേണുവിനെ കുറ്റം പറഞ്ഞിരുന്നു. ആ മാക്സിമം അധിക്ഷേപിച്ചിരുന്നു. ഇൻ്റർവ്യൂവിൽ വിളിച്ചു വരുത്തിയിട്ട് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയ സമയത്ത് കിട്ടി നോക്കുമ്പോൾ ഫേസ് ചെയ്യണമല്ലോ അല്ലേ. കച്ച കെട്ടിറിയുന്ന കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഈ നാട്ടിലുണ്ടെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് അറിയാം. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാം. ജനങ്ങൾക്ക് ഒരുവിധം എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങൾ കൂടുതൽ അറിയാൻ പോകുന്നേ ഉള്ളൂ. നന്ദിയില്ലാത്ത വർഗം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 പൈസ. ഇനി അതിനുള്ള സംഗതി ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം അവരുടെ മൂത്ത മകനായ കിച്ചു, സുധിചേട്ടന്റെയും രേണുവിന്റെ മകനായ കിച്ചുവിന്റെ വ്ളോഗിൽ നിന്ന് കട്ട് ചെയ്ത ഒരു വീഡിയോ, അതായത് അവന്റെ സ്വന്തം വ്ളോഗിൽ അവന്റെ അനിയനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് പറയുന്ന തോന്നിയവാസങ്ങൾ എന്തൊക്കെയാണ്. ജനങ്ങൾ നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? ജനങ്ങളോട് എനിക്കതാ ചോദിക്കാനുള്ളത്. അതായത് അവന്റെ വ്ളോഗ് പോയി ജനങ്ങൾ അതൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ കാണുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. ജനങ്ങൾ നിങ്ങളതും കാണാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതൊക്കെ സംഭവം മനസ്സിലായി. ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള അലയൻസിനുള്ളതാണല്ലോ. അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിക്കുന്ന ഈ നാണകെട്ടവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഈ വ്ളോഗേഴ്സിനെ പോലുള്ള നാണകെട്ട വ്ളോഗർമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സുധിച്ചേട്ടന്റെ ട്രോഫികൾ കട്ടിലടിയിൽ കൊണ്ടിട്ടിരിക്കുന്നു. സുധിച്ചേട്ടൻ കിട്ടിയ രേണുവിന്റെ മക്കൾക്ക് കിട്ടിയ വീട് കാണിച്ചിട്ടിരിക്കുന്നു. നോക്കൂ, ഇതെന്നാ തുണി അലക്കുകാരുടെ സ്ഥലമാണ്. എന്തായാലും ഈ വീടൊന്നും വൃത്തിയാക്കാൻ ഇവിടെ ആരും ഇല്ലേ? അവരുടെ കൂടപ്പുറങ്ങൾ എന്തിനാണ് അവിടെ താമസിക്കുന്നത്? ഇവന്റെയൊക്കെ കുടുംബസ്വത്താണോ രേണു സുധിക്ക് പകുത്തു കൊടുത്തത്? അല്ലെങ്കിൽ ആ വീട് വൃത്തിയില്ല, അതിന്റെ വില അതായത് ഒരുപാട് പേരുടെ അധ്വാനമാണ് ആ വീട്. ഒരുപാട് പേര് അവരവരുടെ വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിക്കേണ്ട കാശ് കൊണ്ട് കൊടുത്തിട്ടുള്ള സംഭാവനകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. അപ്പോൾ അത് പൊന്നുപോലെ നോക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഞാൻ അത് പോട്ടെ, നമ്മുടെ വർത്താനം എന്തോ ആയിക്കോട്ടെ. നമ്മൾ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് പല കലാപരിപാടികളും കാണിച്ചു. അതൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പോട്ടെ, ഇനി രണ്ടാമത്തെ കേസ് രേണു സുധീൻ്റെ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറി കേട്ടോ. രേണു സുധിയാണേ. ബോഡി ഷെയിം ചെയ്യാന്ന് വിചാരിക്കരുത്. ദയവ് ഇത് ക്യാമറ കുറച്ച് വിട്ടുപിടിക്കുമോ? നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇല്ല, ക്യാമറയുടെ നാണം എന്താന്ന് പോലും അറിയില്ല ഞങ്ങൾക്ക്. കുറച്ച് പഠിപ്പിച്ചു തരുമോ? അല്ലാതെയൊക്കെ എന്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും. എന്റെ ഫാമിലിയുടെയും കുറ്റം പറയാൻ നാണമില്ലല്ലോ നിങ്ങളൊക്കെ. നിങ്ങളുടെ വീട് ഇല്ല, നാണമില്ല. നിങ്ങൾക്ക് മാത്രമേ നാണുള്ളൂ. 24 മണിക്കൂറും അടുത്തത് എന്ത് നെഗറ്റീവ് കണ്ടന്റ് എന്ന് വിചാരിച്ച് ബിഗ് ബോസിന്റെ വിളി വന്നു എന്നറിഞ്ഞ നെക്സ്റ്റ് നിമിഷം നിങ്ങൾ നോക്കിക്കോളൂ. ഇന്നലത്തെ ആ മലയാളം ഏതൊരു ചാനലുണ്ടല്ലോ, രാത്രി വന്നിരുന്ന ചാനൽ, ഇന്നലെ ഏതാ മീഡിയ വൺ അല്ല മീഡിയ മലയാളം ഏതോ ഒരു ചാനൽ, എന്തോന്ന് പഴയ മഴവിൽ കേരളം, ആ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിലുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് PR ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരെയും പട്ടിപ്പുച്ഛമായിരിക്കും, PRകളൊപ്പം കളിക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം നോക്കുക. എൻ്റെ അവിടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യമൊക്കെ നല്ലോണം നോക്കുന്നുണ്ട്. അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ കളിച്ചിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത്രയും ഞാൻ പറയുന്നതിൽ ഒന്നും വിചാരിക്കരുത്. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് കുറേ ആൾക്കാരുടെ കനിവ് കൊണ്ട് നീച്ചു നിന്നത്. അപ്പോൾ അന്ന് ഇങ്ങനെ ഇരുന്നേന്നോടത്തുനിന്ന് ഇങ്ങനെ നിൽക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഈ തെറി പറയുന്ന കുറേ ആൾക്കാർ തന്നെയാണ്. നോക്കാൻ ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മനസ്സിലായോ? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അതെന്റെ ഇഷ്ടമാണ്. പിടികിട്ടിയോ? എൻ്റെ കെട്ടിയോനല്ല നിങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ തന്ത. അയ്യോ, കെട്ടിയോൻ്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഓർമ്മിപ്പിക്കല്ലേ. അല്ല, നിങ്ങൾ ഇരുന്ന് കുറ്റം പറയുന്നവരോടാ പറയുന്നത്. വീട്ടിൽ ചെന്ന് അതെ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ അത് കുറ്റം അല്ലേ? നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് കുറ്റമായി. അത് കണ്ടന്റിന് വേണ്ടി പറയായി. ഇവരൊക്കെ കാണിക്കുന്ന സംഗതികൾ കാലാകാലങ്ങളായിട്ട് ഇരുന്ന് സ്തുതി പാടിക്കണം. നേരെ നിങ്ങളുടെ ആദ്യം നിങ്ങൾ ഇതൊക്കെ റെഡിയാണെങ്കിൽ ആ മകൻ ഉണ്ടല്ലോ കിച്ചു പറയട്ടെ. ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, തുടക്കം തൊട്ടേ അതാ പറയുന്നത്. അപ്പോൾ ബാക്കി ഡയലോഗ് അടിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. കിച്ചു ഒന്ന് പറയട്ടെ, എൻ്റെ അമ്മ രേണു സുധി ഇവർ ചെയ്യുന്നതിൽ തെറ്റില്ല, എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് കിച്ചു ഒന്ന് പറയട്ടെ. ഇനി വന്നാൽ അത് പറയിപ്പിക്കലാണെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് എത്രയോ വീഡിയോകളിൽ ഞാൻ തുടക്കം തൊട്ടതാ പറഞ്ഞത്. എന്താ അവനൊരു ചാനലില്ലേ, ഒരു വർത്താനം അവൻ പറഞ്ഞാൽ പോരെ? അവൻ വന്ന് നിങ്ങളുടെ തോള് കൈയിട്ടിട്ട് അവൻ പറയട്ടെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, എനിക്കതിൽ വിഷയമില്ല, ഞാൻ യാദൃശികമായി എടുത്തിട്ടുള്ള വീഡിയോ ആണ്, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല, എനിക്ക് വീടിൻ്റെ കാര്യത്തിലും പ്രശ്നമില്ല, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങളൊക്കെ പോയി പണിയൊക്കെ എന്നൊരു ഒറ്റ വർത്താനം അവൻ പറയട്ടെ. അത് പറയിപ്പിക്കാത്തോളം കാലം മേക്കപ്പ് ഇട്ടിട്ട് ക്യാമറ ഇങ്ങനെ വെച്ച് വന്നിട്ടൊന്നും ഒന്നും ഏൽക്കില്ല. അത് മനസ്സിലാക്കുക. കാര്യം നോക്കുക. അപ്പം ഭാര്യ മക്കളും ഇല്ലാത്തവർ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക, എൻ്റെ അടുത്തല്ല. പിന്നെ ഇന്ന് രോഹൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു.
ഒരു ഗതിയും പരഗതി ഇല്ലാതെ കിടന്ന് വിരകുന്നൊരു രേണുവിനെ കണ്ടു. എങ്ങനെയെങ്കിലും ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുള്ളത്. രോഹൻ ബിഗ് ബോസിലേക്ക് ഇല്ല എന്നുള്ളൊരു ന്യൂസാണ് കിട്ടിയിട്ടുള്ളത്. വളരെ കഷ്ടം. രോഹൻ ഇല്ലെങ്കിലും എന്തുകൊണ്ട് രോഹൻ ഇല്ലാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. രോഹനെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആദ്യ ദിവസം ട്രൗസർ കീറും. എത്ര പ്രാവശ്യം കീറും നോക്കിയത്. കാരണം എന്താ അറിയോ, 10 സെക്കൻഡിൽ 10 വട്ടം നിറം മാറുന്ന ആൾക്കാരൊക്കെ ബിഗ് ബോസിനുള്ളിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ട് രേണുസുതി അങ്ങ് കരഞ്ഞ് തളർന്ന്. നെവർ. അത് വെറുതെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങൾ. അയ്യോ ഇല്ല കേട്ടോ, ആ തോന്നലൊന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ. നിങ്ങൾ കരഞ്ഞിരിക്കാനൊന്നും ഒരു തോന്നലും ഇല്ല. നിങ്ങൾ നെഞ്ചും പിരിച്ചിട്ട് നടക്കും. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ അലങ്കാരമാണ്. ഓൾ ദിസ് എ ഡെക്കറേഷൻ ഫോർ യു. സോ ഇതൊന്നും ഞാൻ കാണത്തുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഞാനിതൊന്നും കാണത്തില്ല, എനിക്കിതിന് ആവശ്യമില്ല. പിന്നെ എല്ലാവരും വന്ന് പറയുകയാണ്. എന്താ പറയണവർക്കും കൂടി കേൾക്കായിരുന്നു ഇവിടെ. ഇവരൊന്നും കാണില്ല, ഇവരൊന്നും കേൾക്കില്ല. പക്ഷെ ഇവരെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അതെങ്ങനെയാ അറിയാം? എല്ലാവരും വന്ന് പറയുക. ഒന്നുകിൽ നിങ്ങൾ ഈ ആൾക്കാർ പറയുന്നത് നിർത്തുക, കേൾക്കുന്നത് നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവരോട് പോയി പറയുന്ന ആൾക്കാർ അത് നിർത്തുക. കേൾക്കുന്നത് മാത്രമേ എന്നെ തളർത്തത്തുള്ളൂ, അല്ലാത്ത ഒന്നും എന്നെ തളർത്തത്തില്ല. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇനി അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കമൻറ്റ് വായിക്കാം. ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോക്ക് ഒരു കമൻ്റ് ഇടുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം കുഞ്ഞിനെ നാട്ടുകാരോട് ഏറ്റെടുത്തോളാൻ പറയാൻ? മനസ്സിലായോ മിസ്റ്റർ തങ്കച്ചൻ? ചേട്ടാ അതിൽ വലിയ വലിയ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു അടിപൊളി കമൻ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. മറന്നു പോയോ ഭഗവാനേ. നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റേ. ഐ തിങ്ക് ഐ ഫൊർഗോട്ട്. ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നുപോയി. സാരമില്ല, നമുക്ക് തിരഞ്ഞൊക്കെ കണ്ടുപിടിക്കാം. വീഡിയോയിലേക്ക് പോവാം. കുറച്ച് കാര്യങ്ങൾ മിസ്റ്റർ ഓന്ത് തങ്കച്ചൻ ചേട്ടൻ പറയുന്നുണ്ട്. ഷർട്ടിടുമ്പോൾ ഭീകരജീവിയും ഷർട്ടിടാത്തപ്പോൾ സാധുമൃഗവുമായി മാറുന്ന മിസ്റ്റർ തങ്കച്ചൻ ചേട്ടൻ. ഓവർ ടു മിസ്റ്റർ തങ്കച്ചൻ ചേട്ടൻ. ആര് പറയും? അവര് താമസിക്കണ്ടല്ലേ? കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ. ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി. ഞങ്ങൾ എന്തിനു സംരക്ഷിക്കണം അമ്മച്ചി? ഞങ്ങളാണോ സംരക്ഷിക്കേണ്ടത്? ഇതെന്തൊരു കഷ്ടമാണ് ഭഗവാനെ. നാഴിക്ക് 40 വട്ടം ഇത് ചോദിക്കൂ. നിങ്ങൾ നോക്കൂ. ഇത് നിങ്ങൾ ചിലവിന് കൊടുക്കൂ എന്നുള്ള എൻ്റെ 2ാം വർഷമാണോ? നിങ്ങൾ ചിലവിന് കൊടുക്കൂ. രേണുവിന് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ രേണു കഴിഞ്ഞതിന് ശേഷം മകനെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ നോക്കണം, വേറെ നാട്ടുകാർ നോക്കണം. നിങ്ങൾ നോക്കാതിരിക്കുക. അതൊന്നും നമ്മളെ വിഷയമല്ല. പിന്നെ ആ കുട്ടറെ കഴുത്തിൻ്റെ ബാക്കിൽ പൊള്ളി, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒരു കേസ് മാത്രം എവിടെയോ പറഞ്ഞു പോയോന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അതൊന്നൊരു നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പൊറാട്ട് നാടകം ഇത് മുണ്ടാതിരുന്ന ഓഗസ്റ്റ് 3-ന് ഉള്ളിൽ പോകാൻ നോക്കൂ. അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? ആരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്ന യൂട്യൂബ് കൂടെ രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്. ചേട്ടാ ഇയാളെ ആ ഓന്ത് രാജ്യം വിട്ടുട്ടോ. എന്താ പത് ഓന്തിൻ്റെ വംശനാശാണത്. ഇയാൾ പിന്നെയും മാറി. ഷർട്ട് ആരെങ്കിലും വന്നാൽ ഷർട്ടൊന്ന് വലിച്ചു കയറുമോ? രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കോ. നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ. എല്ലാ യൂട്യൂബേഴ്സ് അണ്ണൻ ഇന്നലെ എന്തേ മറുനാടനെ കണ്ടപ്പോൾ പേടിച്ചാ? മറുനാടൻ എന്ന് പറഞ്ഞാൽ പേടിയാ? അതാണ് ഇന്നലെ പാവായത്. എടാ നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് കരുതിക്കൂ. എൻ്റെ പൊന്നു ചേട്ടായി, നമുക്കൊക്കെ ഇതുണ്ട്. ഇതുപോലൊരു കുടുംബമല്ല, നന്ദിയില്ലാത്ത വർഗമല്ല. നെഹി ഹേ. ഹലോ നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഞാനിവിടെ നിൽക്കട്ടെ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ തേപ്പും ഈ പെയിൻറ്റും പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നില്ല. ഇത് കണ്ടോ? ഇതാണ് പിള്ളേർ മാന്തി പറിക്കുന്നല്ല, ഇയാളെന്നെ മാന്തി പറിക്കുന്നതാണ്. ഇയാൾ എന്തിനാണ് അതൊക്കെ മാന്തി പറിക്കുന്നത്? തേപ്പ്. ചേട്ടാ അയാളത് മുഴുവൻ മാന്തി പറിക്കുന്നത്. ഇത് നിങ്ങൾ കാണണം. ഇത് നിങ്ങൾ എനിക്ക് ദേഷ്യം വരുന്നത് എന്താ അറിയോ? ഒരു വീടിൻ്റെ വില നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാണുന്ന വ്യക്തികൾ വീടില്ലാത്തവരും ആയിട്ട് ഒരുപാട് വീട്ടിൽ, ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിക്കരുത് കേട്ടോ. ഒരുപാട് ഒരു കൂര പോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഒരു വാടക വീട്ടിൽ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായിട്ടൊരു വീട് സ്വപ്നം കാണുന്ന ഒരുപാട് പേരുള്ള നാട്ടിൽ ഇയാൾ പോയിട്ട് ദാനം കിട്ടിയിട്ടുള്ള ആ വീടിന് അവിടെ പോയി ചുരണ്ടി മാന്തി നോക്കുക.
എന്നിട്ട് മാന്തി കളയുക. പറയാൻ കാണാം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ട എൻ്റെ ചുമ്മാ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് എടോ താൻ പിന്നെയും താറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വീണ്ടും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭഗവാനെ ഇതിന് കാശ് മുടക്കി. ഞാൻ ഒരു മനസ്സിലൊരു നിമിഷം ആലോചിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവരെ സഹായിച്ചവരുണ്ടോ? വെറുതെ ആണോ മറുനാടൻ എന്ന് വന്ന് വീഡിയോ ചെയ്ത്? മറുനാടനൊക്കെ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ അറിയോ? അവർ കൊടുത്തിട്ടുണ്ട് കാശേ. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക. ഈ വിത്തി മുഴുവനും ഇതുപോലെ വിത്തി വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഇത് മഴയും ഇടിയൊന്നും വേണ്ടില്ല കേട്ടോ. ഈ ചങ്ങായി തന്നെ മാന്തി പൊളിക്കല്ല. ഇയാൾ വീട് മുഴുവൻ ഇത് പൊളിക്കുകയാണ്. അവിടെ പൊളിയുണ്ടോ വെച്ചാൽ മാന്തി പൊളിക്കുകയാണോ? പക്ഷെ എന്താണത് ഇത് പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു പിന്നെ കാര്യമില്ല. അങ്ങനെ എഴുത്തുന്ന ഒരാളുമല്ല. ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ ഇത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിത് ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇത് ഉണ്ടാക്കിയ ആൾ. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ചെയ്യാം. സിമ്പിൾ. നിങ്ങൾക്ക് ആ വീഡിയോ കുറച്ചും കൂടി കാണുമ്പോൾ മനസ്സിലാവും. ആ വീട് കണ്ടു കഴിഞ്ഞാൽ വെരി പുവർലി മെയിൻറ്റെയിൻഡ് ആണെന്ന് മനസ്സിലാവും. മെയിൻറ്റെയിൻഡ് അല്ല, തീരെ മെയിൻ്റനൻസ് ഇല്ല. അതായത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട വളരെ മിനിമം കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സിലേക്ക് വരാം നമുക്ക്. കൂടെ ഫിറോസ് എന്ന് പറഞ്ഞ KHDC അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി. അദ്ദേഹത്തിന് സാറേ നല്ല ഞാൻ അഭിസംബോധന ചെയ്തില്ല, അറിയോ? അങ്ങനെയുള്ളൊരു വ്യക്തി. ഇയാളിപ്പോൾ സാറേ നല്ല വിളിക്കുന്നത്, ആദ്യത്തെ അക്ഷരം മാറ്റിയിട്ട് വിളിക്കുന്നത്. ഇത്രയും നല്ലൊരു വീട് കിട്ടിയിട്ട് അഹങ്കാരം കാണിക്കുന്ന മനുഷ്യന് വല്ലാത്ത കഷ്ടം. നിങ്ങളൊക്കെ സ്വന്തമായിട്ട് വെച്ച വീട് പോലും 1 വർഷമാകും മുന്നേ ഇതുപോലെ ഇളകി പോകുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ വില അറിയില്ല. അത്ര തന്നെ ഫിറോസ് എന്ന മനുഷ്യനോട് ഞങ്ങൾ മലയാളികൾ ക്ഷമ ചോദിക്കുന്നു. ഇതുപോലുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ്, ചോരുന്നില്ല, അത് 200% എനിക്ക് ഉറപ്പുണ്ടത്. പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം വന്ന് കണ്ടിട്ട് ഇതൊന്ന് ഇയാളിത് ഇടിച്ചു പൊളിക്കോ ഭഗവാനെ? ഇയാൾ ഇങ്ങനെ മാന്താണ് വീട് പോയിട്ടേ. ഇയാൾക്ക് മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? പ്ലീസ്, നിങ്ങൾ ഇങ്ങനെയാണോ എല്ലാവരും? അന്ന് കണ്ട ഇതൊന്ന് ശരിക്കും എടുത്ത് മുഴുവൻ അത് മുഴുവൻ ഇയാൾ ഇടിച്ചു പൊളിക്കാണ് ആ വീട്. വാട്ട് ഈസ് ദിസ് മാൻ? എന്തത് കഥ? നമ്മൾ നിർത്തിട്ടോ, ഇത് ഇങ്ങനെ ശരിയാവില്ല. ഇയാൾ വീടൊക്കെ ഇടിച്ചു പൊളിക്കുന്നു പോലെ ഇളകിയിരിക്കുക. ഞാൻ അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. ഒന്ന് അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടികിട്ടും. ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിന്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതില് ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അറിയുന്ന ആരാന്ന് അത്രയും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഈ മുറ്റത്തൊരു തുള്ളി പുല്ലുണ്ടാവും. ഇയാൾക്ക് ചെടിച്ചട്ടിയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കിടക്കണം അവിടെ. എനിക്ക് വ്യക്തമല്ല, അവരുടെ നമ്പരും ഇല്ല ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞ വെറുതെ നമ്പറൊന്നും എടുത്ത് വിളിക്കാൻ നിൽക്കണ്ട, അവരെ വയലുള്ള കേൾക്കണം. അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാം സ്പോൺസറിങ് ആണ്. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ KHDC ചെയർമാൻ ഈ വീട് പണിയുന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ മതിൽ നിങ്ങൾ കാണുക. ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഹോളോ ബ്രിക്സ് കെട്ടി ഇത്രയും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ വീട്ടിൽ ഇതേമാതിരി ഹോളോ ബ്രിക്സ് വിണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സ്വന്തം കാശിന് കെട്ടിയതാണ്. ഇതേ സാധനം ഞാൻ ഇപ്പോൾ കണ്ട സമയത്ത് എൻ്റെ പഴയ ആ വീട്ടിൽ ഇപ്പോൾ ഇവിടെ പണിയെടുക്കാണ് ഇതേ സിറ്റുവേഷനിൽ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ ആരോടെ പറയുക? ഉണ്ടാക്കിയ ചങ്ങനെ വിളിച്ചിത്ര ഇത് വെറുതെ കിട്ടി. അല്ല, ഇയാൾക്ക് ഇത് അറിയില്ലേ ഇത് വെറുതെ കിട്ടിയ സാധനമാണെന്നുള്ളത്? ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. 10 മാസം മുന്നേ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? 6 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടിവെച്ചത്. മൊത്തം മറിഞ്ഞു നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോകും. അതും വളരെ നല്ലൊരു ലൊക്കാലിറ്റി, വളരെ നല്ലൊരു സ്ഥലം. അത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു വീട് കിട്ടിയിട്ട് നശിപ്പിച്ചു എന്നേ പറയുള്ളൂ. മറ്റേ പറഞ്ഞാൽ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന മലയാളി വിഭാഗം പോലും വയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും. പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യും, അപ്പോൾ ആരോടെങ്കിലും ഇതേമാതിരി പറയും. അപ്പോൾ അവരാരെങ്കിലും വന്ന് കെട്ടട്ടെ. അല്ല, അതാണല്ലോ ശീലം. ഒരു കമൻറ്റ്, നേരത്തെ വിചാരിച്ച കമൻറ്റ് കിട്ടി. ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. 4 സെൻറ്റ് സ്ഥലത്ത്, ഇത് ജിസ് ജോയ്സ് എന്ന് പറഞ്ഞാൽ എഴുതി കേട്ടോ. ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. 4 സെൻറ്റ് സ്ഥലത്ത് ഒരു കിണർ നികത്തിയാണ് ഞങ്ങൾ വീടുണ്ടാക്കിയത്. അത് വഴി പോലും ഇല്ല.
ബട്ട് ഞങ്ങളുടെ വീട് പണിയാൻ സഹായിച്ചത് ഹോളി ഫാമിലി സിസ്റ്ററാണ്. ആ വീട്ടിൽ ഒരു പൊടി പിടിച്ചാൽ എനിക്ക് സങ്കടം ആണ്. സത്യമായിട്ടോ, നിങ്ങൾ എഴുതിയത് നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു. കാരണം ആ സിസ്റ്റർ പലരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് ഞാൻ കാണാറുണ്ടെന്ന്. കണ്ടോ, രേണു ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് ഓർത്താൽ മതി മരണം വരെ ദൈവത്തോട് നന്ദി പറയാൻ. അതിന് പകരം എന്താ നിങ്ങൾ പറയുന്നത്? തെറ്റാണ് രേണു. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തും ചെയ്യാൻ സ്ഥലമുണ്ടല്ലോ. നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ആരുടെയും കണ്ണുനീരിന് ഇടയാകരുത്. വിവേകത്തോടെ സംസാരിക്കാൻ ആദ്യം പഠിക്കണം. അതിനത് വേണ്ടേ? ഒരു മുള്ളു കാലിൽ കൊണ്ടാൽ മതി ആരൊക്കെ കൂടെ കാണുമെന്ന്. എന്താണ് എഴുത്തില്ലേ? എന്താണ്? ആരെങ്കിലും ഇങ്ങനെ മതിൽ കെട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തത്, ചേട്ടൻ തന്നെ 2 ലോഡ് കല്ലിറക്കി ആ മതിൽ കെട്ടു ചേട്ടാ. ഇല്ല, അതിന് ഇവർക്ക് പറ്റില്ല അത്ര. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്നത് ഇത് പോവോ ഞാൻ കണ്ടോ. എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിലിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും. അതുകൊണ്ട് ഞാൻ മേലാത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലേ വന്ന് ഇവർ വെച്ചിരുന്ന ഓവ, ആ ഓവത്തിൻ്റെ ഇതിൽ പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കുഴിച്ച് വെച്ചിരിക്കുക. അങ്ങോട്ട് പോകാൻ മൊത്തം ഇടിഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇത് നിൽക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കും. ചെടി പോലും ഞങ്ങൾക്ക് വയ്ക്കാൻ മേല. അത് മതിലിൻ്റെ കാര്യം അങ്ങനെ. മതിൽ ഇവിടെ ഫ്രണ്ട് ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്, അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. അത് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടിയിൽ സാധാരണ ഒരു മതിൽ. പൊന്നാറ സുഹൃത്തുക്കളെ, മലയാളികളെ, പരിപാടി നിർത്തിക്കോളൂ കേട്ടോ. ഈ ഉപകാരം ചെയ്തു കൊടുക്കുന്ന പരിപാടി നിർത്തി. ഈ ജാതി ടീംസിനൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടേ ഇത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവരെ മാത്രമായിരിക്കും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു തറയെന്ന് പറഞ്ഞ സ്ഥലം കരിങ്കല്ല് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തെ കെട്ടത്തുള്ളൂ നമ്മൾ മനുഷ്യരാക്കി. അത് അല്ലെ പൊക്കം കുറഞ്ഞാണ് ഇത് മാത്രം കെട്ടാം. അതൊന്നും അല്ലാതെ അടിയിൽ ഈ കട്ട കൊണ്ട് തന്നെ ഈ വളരെ വിഷമിച്ച് ആണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. അന്നേരമാണ് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നത് രേണു കള്ളം പറഞ്ഞ്. ഇനി ചോർച്ചയുടെ കാര്യം അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം. ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലാകത്തോടെ അടിക്കത്തില്ല. അയാൾക്കൊരു ഗ്ലാസും അയാൾക്കൊരു AC-യും അയാൾക്കൊരു എല്ലാം കൂടിയാണ് വെച്ചു കൊടുക്കുക. അതൊന്ന് അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം, അത് അവരുടെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കണതാണ്. ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുന്നപ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി താന്ന് നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. ഇതാ ഞങ്ങൾ ഈ നനയെന്ന് പറഞ്ഞാൽ അല്ലാതെ വാർക്ക നനയുന്നതിൻ്റെ കാര്യമല്ല. പിന്നെ വാർക്ക ഒരിടത്ത് ലീക്കുണ്ട്, അത് കാണിക്കാം. ഇയാൾ മത്സരിച്ച് നടന്നിട്ടേ ഇത് കാണിക്കണേ. ഇയാൾക്ക് ഇളകിയോ? ഒരു കമൻറ്റ് വായിക്കാട്ടോ. ഈ കിളവൻ തന്നെ എല്ലാം പൊളിക്കോ ഇപ്പോൾ. ഒരു കുണവും ഇല്ലെങ്കിലും വായ്ത്താളത്തിനൊരു കുറവില്ല. അടുത്തത്, ആയ കാലത്ത് വല്ലതും ഉണ്ടാക്കി വെക്കണമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആരാ ഇതിന് ഹോബി ടൈം എന്ന് എഴുതിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മക്കളെ ജനിപ്പിക്കുന്നതിന് മുന്നേ അത്യാവശ്യം എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ മരുവൻ മരിച്ചതിന് ശേഷം മകൾക്ക് ഇതുപോലെ ആരാ ഉത്തരവാദി? ഉണ്ടാക്കിയ ഫിറോസാ? അറിയിപ്പിക്കുകയാണല്ലോ ഭഗവാനെ. പറയണ്ട എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം മഴയില്ലാത്ത കൊണ്ടാണ്. നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു പൊട്ട് പോലെ ഇങ്ങനെ ഇത്രയും ഭാഗം ഈ ബീമിൽ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ വെള്ളം ലീക്കുന്നത് ഇങ്ങനെ ഒരു ലീക്കുണ്ട്. ഇയാൾ ഇതിന് മുന്നേ മാന്തിപ്പൊളിയായിരുന്നോ? ഇയാൾ ഫുള്ള് പൊളിക്കുകയാണല്ലോ. അതല്ലാതെ കോൺക്രീറ്റ് വേറെ ഭാഗത്തൊന്നും ലീക്ക് ഉണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ഇത് നോക്കുകയോ നിങ്ങൾ പൈസ മുടക്കിയവർ ആരെങ്കിലും ഇത് ഉത്തരവാദിത്തപ്പെട്ടുള്ളവർ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചത് നോക്കിയാൽ ഞാൻ പറയുന്നത് അല്ലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞത് നേരാണോ എന്ന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ പുറകിട്ടു പിള്ളേർ നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ്. ഞാൻ ഈ 5 വയസ്സുകാരൻ്റെ കാര്യം ആര് പറയും? അവർ താമസിക്കേണ്ടല്ലേ? അവനും കിച്ചും താമസിക്കേണ്ട വീടല്ലേ? പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് ഫാസ്റ്റ് അടിക്കട്ടെ, അല്ലെങ്കിൽ കുട്ടീനെ നോക്കാൻ പറയും. ഇത് ഞങ്ങൾ പറഞ്ഞതാണോ? ഇത് പറഞ്ഞതാണോ? ഫാസ്റ്റ് അടിക്കട്ടെ കുറച്ചും കൂടി. അതിന് തെറി പറയുന്ന മനുഷ്യന് പോലും ഇങ്ങനെ ഒരു ഭാവിയിൽ കുഞ്ഞുങ്ങൾ വീടില്ലാത്ത ഒരവസ്ഥ ആർക്കും വരരുത്. അതിനുള്ള സന്ദർഭം അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നവർ കൊടുക്കരുതെന്നുള്ള അർത്ഥത്തില്ല, കൊടുത്താൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് മാത്രം എനിക്കിപ്പം പറയാനുള്ളൂ. ഇത് ഇളകിപ്പോകും, ഇളകിപ്പോകും.
കണ്ടോ കണ്ടോ ഞാൻ ചുമ്മാ ഇതെങ്ങനെ ഇത് എത്ര ദിവസം നിൽക്കും നിങ്ങൾ തന്നെ പറ. സത്യം പറയും, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്നത് കംപ്ലീറ്റ് ഇയാളെന്നെ മാന്തി പൊളിച്ചല്ലേ. ഇയാൾക്ക് ഇതാണ് പണി. ചില ആൾക്കാർ അങ്ങനെ കേട്ടോ, വെറുതെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ അതും ഇതൊക്കെ പോയി ചുരണ്ടി മാന്തി പൊളിക്കുന്ന ആൾക്കാർ. ഈ കളവൻ ആ ടൈപ്പാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറയാട്ടോ, ഇയാൾ എന്ത് മനുഷ്യനാ ഭഗവാനെ. ഇപ്പം പറയാനുള്ളൂ, ഇത് ഇളകിപ്പോകും. ഇതേ ഞാൻ കാണിക്കാം, ഇളകിപ്പോകും. കണ്ടോ കണ്ടോ ഞാൻ ചുമ്മാ ഇതെങ്ങനെ ഇത് എത്ര ദിവസം നിൽക്കും നിങ്ങൾ തന്നെ പറ. എൻ്റെ പൊന്നപ്പച്ച, സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ സാധനമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാന്തി പൊളിക്കാൻ നോക്കൂ. ഓട്ടെ, സ്വന്തം പൈസയ്ക്ക് നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു കമൻറ്റ് ഇടും. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊളിയുന്നുണ്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുമോ? നമ്മളിങ്ങനെ തൊട്ട് നോക്കല്ലേ ചെയ്യല്ലേ. അല്ല, ഇതൊക്കെ ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്നവർക്ക് കേട്ടോ, നന്ദിയുള്ളവർക്ക്, അടിസ്ഥാനപരമായിട്ട് നന്ദി എന്ന് പറയുന്ന സാധനം ബ്ലഡിലുള്ളവർക്ക്. ഇവിടെ നനയാത്ത സ്ഥലമാണ്. ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ആ പൊളിച്ചു. തെറി പറയുന്നവർ എപ്പോഴും തെറി പറയാം മക്കൾ. അതിന് നമുക്കെന്നാ, നമ്മുടെ സൗകര്യം ഇവിടെ ആര് താമസിക്കുന്നത് അതിന് നിയമം. അതല്ല ഞാൻ പറയാം, നിയമങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ നമുക്ക് വീടില്ലാതല്ല, നിങ്ങളുടെ വീട് അവിടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കും, ചിലപ്പോൾ നിങ്ങൾ നിൽക്കും, ഞങ്ങൾ അവിടെ വന്ന് നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ അങ്ങോട്ടാണ് വരുന്നത് കുറച്ച് ദിവസത്തിന്. ആരാ നമ്മളെ തടയുന്നത്? ആരാ തടയുന്നത്? നിങ്ങളതിന് അത് വേദാറാകണ്ട. ഈ എന്താ പറയുന്നത്, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യും, തിന്മ ചെയ്യുന്നവർ എന്ന് തിന്മയുടെ പുറത്തെ പോകുള്ളൂ. അവർക്ക് അതുകൊണ്ട് ആസ്വദിക്കാനുള്ള ഇതും അവർക്ക് അതിൻ്റെ നന്മ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞോട്ടെ ഈ യൂട്യൂബേഴ്സും ഇതുപോലുള്ള മനുഷ്യരും. അപ്പം ഇതൊക്കെയാണ് വീടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇയാൾ കയ്യും കെട്ടി മോളിക്ക് നോക്കുകയാണ്, മേൽക്കൂര എങ്ങനെ പൊളിക്കാണ്ടോ നോക്കുകയെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. വാർക്ക ഭിത്തി കെട്ട, ഈ കരിങ്കല്ല് കെട്ട, അതെല്ലാം പിന്നെ ഈ 3 ഐറ്റവും നല്ല പണി തന്നെയായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പവും ഞാൻ പറയുന്നില്ല. ഒരു വീടിനെ സംബന്ധിച്ച് വാർപ്പ് നല്ലത്, തറ നന്ന്, വാർപ്പ് നന്ന്, അങ്ങനെന്താ ഭിത്തി കെട്ടിയത് നന്ന്. ഈ പ്ലാസ്റ്ററിങ് ആണ് ഇയൊക്കെ പ്രശ്നം. എടോ, അടർത്തി കളഞ്ഞിട്ട് കാശുള്ളപ്പോൾ രണ്ടാമത് വാങ്ങി കെട്ട്, ആ പൈസയല്ലേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നാട്ടുകാരെ പൈസ കൊണ്ട് വെച്ച് തന്നില്ലേ? 10 മാസം മുന്നേ എന്തായിരുന്നു നിങ്ങളുടെ. ആര് വന്ന് ചോദിച്ചാലും ഞാൻ പറയും. പിന്നെ ഈ തേപ്പ് എന്ന് പറയുന്ന സാധനം ഇതെങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ പറ. ഇനി എങ്ങനെ നിൽക്കും? അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നനയാത്ത കൊണ്ട് അങ്ങനെ ഇരിക്കുക. അണ്ണാ, നിങ്ങളുടെ അവസ്ഥ ക്ഷമിക്കണം, ഞാനങ്ങനെ പറയില്ല. അണ്ണാ, തേക്കാത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട്. നമ്മളൊക്കെ പണ്ടേ എൻ്റെ അച്ഛനൊക്കെ ഉണ്ടാക്കിയ വീട്ടിൽ ബാക്ക് സൈഡൊന്നും തേച്ചിരുന്നില്ല, ഫ്രണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. നിലമ്പണി കഴിയാതെ ടാർപോളിനൊക്കെ ഇട്ട് താമസിച്ച ചരിത്രങ്ങളുണ്ട്. ഒരാണി അടിക്കത്തില്ല, ഒരു ഫോട്ടോ വയ്ക്കാൻ പറിക്കണ്ട ഒരു സാധനം ഞങ്ങൾ അടിച്ചിട്ടുമില്ല. ഒരു ആണി പോലും അടിച്ചിട്ടില്ല. കാരണം ആണി അടിച്ച ഒരു കലണ്ടർ അങ്ങനെ ചെയ്തല്ലേ സാധാരണ. ആ അഡ്രസ്സ് തരികയാണെങ്കിൽ ഒരു ആണിയും കുറച്ച് ആണി ഒരു ചുറ്റിക്കും തരാം. നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്ന ആണി അടിക്കും. വീട്ടിൽ എന്തായാലും ഒരു ഇത് വല്ല വെച്ചിട്ട് 2 ആണി അടിച്ച സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് താഴെ ഇതൊക്കെ അവർ തങ്കപ്പോ വീട് മാന്തി പൊളിക്കരുത്, പിള്ളേരുടെ വീടാണ്. അതിനിടയിൽ കമന്റ് ഇട്ടിക്കണേ, തങ്കപ്പോ വീട് മാന്തി പൊളിക്കരുത്. സത്യമാണ് ഗീത രാജപ്രദീപൻ, സത്യമാണ് ഗീത എന്ന് പറഞ്ഞാൽ അവരോട് പറയാനുള്ളത്. തങ്ക പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ മാന്തി പൊളിക്കും. ഒരൊറ്റ കാര്യം പറയണം, ഇയാളെ കയ്യും കാലം കെട്ടി അവിടെ മൂലക്കിൽ ഇരുത്തിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് ആ വഴിക്ക് പോകണ്ടേ. ഏത് ക്യാമറ ഉണ്ടാവും ഇയാൾ നേരെ പോയി മാന്തി പൊളിക്കാണ്, അല്ലെങ്കിൽ ഷർട്ടൂരി വാങ്ങിയാൽ മതി, പാവായി പോലെ. അങ്ങനെ പേടിയാണ്. കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു ഇവർ ആണിയൊന്നും അടിക്കരുത്, പൈപ്പൊക്കെ എതിരെ പോകുന്നപ്പോൾ ഫോട്ടോ വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് വയറിങ്ങുകാരെ കൊണ്ടുവന്നാണ് 2 ഫോട്ടോ ഞങ്ങളവിടെ വെച്ചത്. അതുകൊണ്ടാണ് ഈ സുധിയുടെ ഫോട്ടോ ഒക്കെ താഴെ വെച്ചിരിക്കുന്നത്. ഭിത്തിയിലോട്ട് വെക്കേണ്ട ഫോട്ടോ താഴെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു ഷോക്കേസോ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പറയാൻ വേറൊരു സാധനമുണ്ട് ഈ ഫോട്ടോ വയ്ക്കുന്ന റിലേറ്റഡ് ആയിട്ട്. ഷോക്കേസ് എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമല്ല, ചുമ്മാ ഈ പ്ലൈവുഡ് കൊണ്ട് ആരെങ്കിലും വിളിച്ച് ഒരു 2 വീതിക്ക് ഈ സാധനങ്ങളൊന്ന് വെക്കാനുള്ള ഒരു ഫോട്ടോയൊക്കെ വെക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതിൽ രേണുവിൻ്റെ ഒരു ഡയലോഗുണ്ട്. ചേച്ചി വന്നിട്ട് എന്തൊക്കെയാ പറയണ്ടേ? രേണുവിൻ്റെ ഡയലോഗുടെ കൊച്ചുങ്ങളെ നിങ്ങൾ നോക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മിനിറ്റ്. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ളൊരു കുഞ്ഞാണ്. പോട്ടെ, ഇത് ഞാൻ ഓൾറെഡി പ്ലേ ചെയ്തു കേട്ടോ. ഇതിൻ്റെ അടിയിൽ വന്ന കമൻസ് അടിപൊളിയായി. ഇതെല്ലാം കണ്ടുകൊണ്ട് കട്ടിലിനടിയിൽ ചേട്ടാ ഇതൊക്കെ ആരുടെ എഴുതുന്നത്? ഇതെല്ലാം കണ്ടുകൊണ്ട് കട്ടിലിനടിയിൽ ചാക്കുകെട്ടിൽ സുധി ഇരിപ്പുണ്ട്. തങ്കപ്പൻ മാന്തി പൊളിക്കുന്നത് കണ്ടാൽ അയാളുടെ കുടുംബസ്വത്ത് വിറ്റുണ്ടാക്കിയ വീട് പൊളിക്കുന്ന പോലെ ഉണ്ട്. തങ്കച്ചനൊരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കുക ഗായ്സ്. ഹലോ ഗായ്സ്, തങ്കച്ചന് ഫ്ലാറ്റ് കൊടുക്കുക ഗായ്സ്. എത്രയും പെട്ടെന്ന് സ്ഥലവും വീടും തിരിച്ചെഴുതി കൊടുക്കുക. ഇത് അധികം സമയം പോലെ ഇയാളെ കുറച്ച് ദിവസം കൂടി അവിടെ നിർത്തുകയാണ്, ഇയാൾ മുഴുവൻ മാന്തി പൊളിക്കും. ഫിറോസ് ഭായി പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ പരിപാടികൾ ഒന്ന് കണ്ടു വെച്ചോളൂ, ഇല്ലെങ്കിൽ ഇയാൾ ഭിത്തില്ല എന്ന് പറയും, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല എന്നാവും മൂപ്പര് പറയില്ല. കാരണം വെച്ചാൽ ഈ സമയം കൊണ്ട് അയാൾ മുഴുവൻ മാന്തി പൊളിക്കേണ്ട പരിപാടിക്കാണ് പോകണം. സുധിച്ചേട്ടന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ഇയാൾ അവിടെയൊക്കെ മാന്തി പൊളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിടിഞ്ഞു. സത്യം കേട്ടോ.
രേണുവിൻ്റെ അച്ഛൻ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പത്ത് കരുതി വെച്ചിട്ടുണ്ടോ? ആ കുഞ്ഞു കുട്ടികൾക്ക് കിട്ടിയ വീടും സ്ഥലവും പരിപാലിക്കുന്നതിന് പകരം ഇയാൾ എന്ത് വെറുപ്പിക്കലാണ്, മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ആ മാന്തി പൊളിക്കുന്നത് പുട്ടി ഇട്ടേക്കുന്നതല്ലേ? ആ പുട്ടിയിട്ടത് മാന്തി പൊളിക്കുന്നതാണ് ജിപ്സമാണ്. അയ്യോ ഒരു കമൻറ്റ് പോലും ഇതില്ല. കുട്ടിയെ വളർത്തണമെങ്കിൽ അനാഥാലയത്തെ ഏൽപ്പിക്കാം. പണ്ട് ജീവിച്ച വീട് ഒന്ന് മനസ്സിലോർക്കുന്നു, ഇടയ്ക്കെങ്കിൽ നന്നായിരിക്കും. അടിപൊളി. ആ മുറ്റത്തെ കാടൊന്നും ഇത് ജനങ്ങളെ കാണിക്കരുത്. ഇത് പിള്ളേർ മാന്തി പറ്റിച്ചതല്ല. അതെ ഇത് പിള്ളേർ മാന്തി പറിച്ചതല്ല. ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് മാന്തി പറിച്ചു. മറ്റേ കൈപ്പണിയാണ്, കൈപ്പണി. തങ്കച്ചൻ ചേട്ടൻ്റെ കൈപ്പണി. വെറുതെ ഇരിക്കുമ്പോൾ വറച്ചിരിക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ചൊറിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും. ഈശ്വര, പാവം പിടിച്ച ഭിത്തി ഭഗവാനെ, ഒരു ഭിത്തിയെ പോലും വെറുതെ വിടാത്ത ഷർട്ടിട്ട തങ്കച്ചൻ ചേട്ടൻ്റെ ലീലാവിലാസങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇതേ പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ഞാൻ ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. ആ സ്റ്റോറി എന്നെ ഹഠാതെ ആകർഷിച്ചു. ബിഗ് ബോസ് ഇസ് ദി അൾട്ടിമേറ്റ് എന്ന് കരുതുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് കിട്ടിയാലും മാന്തി പറിക്കുവാൻ നടക്കുന്ന, ആകെ പോട്ടെ, ജോക്സ് അപ്പാർട്ട്. നന്ദി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാചകമാണ് നന്ദി. വളരെ ചെറിയൊരു വാചകം, നന്ദി. അത് വേണം, കുറച്ചെങ്കിലും വേണം. അല്പൻ എന്താ കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നവരില്ലേ? ഇന്ന് എണീറ്റ് നിൽക്കാൻ കാലിന് ബലം കിട്ടിയിട്ടുള്ളത് അന്ന് പല ആൾക്കാരും ചെയ്തിട്ടുള്ള നന്മയാണ് എന്നോർത്ത് വല്ല പ്രാർത്ഥിച്ച് കിടന്നിട്ട് അതും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഹരിഹർ നഗർ 2 സിനിമ പറയില്ലേ, മറ്റേ നടുപൊടി കൊണ്ട് പറഞ്ഞ മാതിരി നാശത്തിലേക്കാണ് നിങ്ങളെ പോക്കെന്ന് പറയാൻ നമ്മളാരുമല്ല. നല്ല രീതിയിൽ പോയിക്കോളൂ. പേഴ്സണലായിട്ട് ഇഷ്യൂസൊന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഈ വക പട്ടിട്ടിട്ടിട്ടിട്ട് ഷോസ് കാണുന്ന സമയത്തേ സിംപിളി നമുക്കും സ്ക്രാച്ചിങ്, നമുക്ക് മതിലില്ലാത്തതുകൊണ്ടേ, പുട്ടിട്ട ചുമരില്ലാത്തതുകൊണ്ടേ, ഇതൊക്കെ കാണുന്ന സമയത്ത് ആ ഫിറോസിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. വീഡിയോ ഒരുപാട് ലെങ്തിയായി, ക്ഷമിക്കുക ദയവ് ചെയ്ത്. ഈ നിമിഷവും നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടോ. വേഗം പോട്ടെ, ഇനി കാണാൻ വയ്യ. ഇത് ഒരു മാന്തൽ ഇത് നമ്മുടെ ഇതിലും കയറി കൂടിയ സംശയം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.